തളം വെക്കേണ്ട മാധ്യമ പ്രവർത്തകർ ഒരുപാടുണ്ട് നമ്മുടെ കേരളത്തിൽ. പ്രത്യേകിച്ച് മലയാള മാധ്യമ പ്രവർത്തകരില്, ടെലിവിഷൻ ചാനലുകളിൽ ഒക്കെ ഇങ്ങനെ തളം വെക്കേണ്ട ആളുകൾ ഒരുപാടുണ്ട്. അവരൊക്കെ ഒരു മാനസിക വിഭ്രാന്തിയിൽപ്പെട്ട അവസ്ഥയിലാണ്. അവരുടെ മാനസിക വിഭ്രാന്തിക്ക് കാരണം അവർ വിചാരിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങൾ പോകുന്നത്. അവർ നോക്കുമ്പോൾ കേരളത്തിൽ അവർ വിചാരിക്കാത്ത തരത്തിലുള്ള ഒരു ഹൈന്ദവ മുന്നേറ്റം എല്ലാ മേഖലയിലും നടക്കുന്നു. ക്ഷേത്രങ്ങൾ പഴയ പോലെയല്ല. പണ്ട് അന്തിത്തിരി കത്തിക്കാൻ പോലും വകയില്ലാതെ കഷ്ടപ്പെട്ടിരുന്ന ക്ഷേത്രങ്ങളാണ് കാട് പിടിച്ച് തകർന്ന് തരിപ്പണമായ ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രങ്ങളൊക്കെ പുനരുദ്ധരിക്കപ്പെട്ടു. ആ ക്ഷേത്രങ്ങളിലൊക്കെ വലിയ തോതിലുള്ള ഭക്തജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടായി. ആളുകൾ വരാൻ തുടങ്ങി. ഓരോ ക്ഷേത്രവും അതിന്റെ സ്വന്തം നിലയ്ക്ക് നിലനിൽക്കാൻ കഴിയുന്ന തരത്തിൽ സ്വയം പര്യാപ്തമായി. അവിടെ കേന്ദ്രീകരിച്ച് ഭാഗവതാഹം, അല്ലെങ്കിൽ രാമായണ പ്രഭാഷണങ്ങൾ, രാമായണ മാസാഘോഷം, ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് ബന്ധപ്പെട്ട പ്രത്യേക പരിപാടികൾ, വിളക്ക് പൂജ, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളിലൂടെ മിക്കവാറും അമ്മമാര് ആണ് അതിൽ കൂടുതൽ പങ്കാളികളാവുക. അപ്പൊ ഹിന്ദു സ്ത്രീകള്, യുവാക്കള്, യുവതികള്, ഇതുപോലുള്ള ആളുകളൊക്കെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ വരാൻ തുടങ്ങി. അപ്പോ ഇതൊക്കെ വലിയ തോതിൽ കേരളത്തിൽ ഉണ്ടായ മാറ്റങ്ങളാണ്. അപ്പൊ പഴയ കാലത്ത് ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു. ക്ഷേത്രങ്ങളെ ഒക്കെ യഥാർത്ഥത്തിൽ കപ്പ ഉഴുതുമറിച്ച് ക്ഷേത്രങ്ങൾ നശിപ്പിച്ച് അവിടെ കപ്പ നടണം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ നടപ്പാകും എന്ന് വിചാരിച്ചിരുന്നവർക്ക് ഈ ബലികുടീരങ്ങളെ എന്ന് പറഞ്ഞിട്ട് സ്വപ്നം കണ്ട് ഈ എഡിറ്റോറിയൽ ഡെസ്കില് താളമടിച്ച് പാട്ടുപാടി ആ വലിയ സ്വപ്നം കണ്ടിരുന്ന ആളുകളാണ് ഇവരൊക്കെ. അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ സ്വപ്നം കണ്ട ആളുകൾക്ക് ഉണ്ടായ മോഹഭംഗം, ആ മോഹഭംഗമാണ് ഇതേപോലുള്ള ഈ വാചാടോപങ്ങളെയൊക്കെ ഉണ്ടാക്കുന്നത്. അവരുടെ നിരാശയാണ്, അവരുടെ വിദ്വേഷമാണ്, അവരെ എല്ലാ രംഗത്തും പരാജയപ്പെട്ടിരിക്കുന്നു.